ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി വലിയവനായ ദൈവം എന്നെ നിങ്ങളുടെ മുൻപിൽ നിർത്തിയ കൃപയ്ക്ക് നന്ദി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അദൃശ്യമായ കരം കൂടെ ഇരുന്നത് കാരണമാണ് ഇത്രയും നാൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചുകൊണ്ടിരുന്നത്. ഇനിയും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലിരിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുക. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറട്ടെ. നമുക്ക് ഈ മെസ്സേജ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന അടിയൻ്റെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ നിറയ്ക്കണം, കരുണയിൽ നിറയ്ക്കണം. എൻ്റെ ദൈവമേ, അങ്ങയുടെ വചനം സംസാരിക്കുന്ന സമയങ്ങളിൽ എൻ്റെ ദൈവമേ അടിയൻ്റെ കൂടെ ഇരിക്കുമാറാകണേ. കേൾവിക്കാരൻ ജനത്തിൻ്റെ കൂടെ ഇരിക്കുമാറാകണേ. വചനം അങ്ങയുടേത്, സംസാരിക്കുന്ന ദാസൻ അങ്ങയുടേത്, കേൾവിക്കാരായിരിക്കുന്ന ജനവും അങ്ങയുടേത്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ രോഗം വരാത്തവരായിട്ട് ആരും ഇല്ല, പ്രയാസം ഇല്ലാത്തവരായിട്ട് ആരും ഇല്ല, ദുഃഖം ഇല്ലാത്തവരായിട്ട് ആരും ഇല്ല. എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധമായ പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകം. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് ആദ്യമായിട്ട് ചെയ്ത പ്രവൃത്തി പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അതിനുശേഷം അനേകം പേർക്ക് എൻ്റെ ദൈവം ആശ്വാസമായിട്ട് ഇരുന്നിട്ടുണ്ട്. ആശ്വാസമായി ഇരുന്നു കൊണ്ട് കുരുടനെ കാഴ്ച കൊടുത്തു, കേൾവിയില്ലാത്തവന് കേൾവി കൊടുത്തു, സംസാരിക്കാത്തവന് സംസാരശേഷി കൊടുത്തു, മാരക രോഗം പിടിച്ച ആൾക്കാർക്ക് അതിൽ നിന്ന് വിടുതൽ കൊടുത്തു, ഭൂതം ബാധിച്ചവരെ അവരെ വിടുവിച്ചു. അങ്ങനെ അനേകം പേർക്ക് എൻ്റെ ദൈവം സൗഖ്യദായകനായിട്ട് കൂടെ ഇരുന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ കുഷ്ഠരോഗികൾക്കും അവൻ സൗഖ്യം കൊടുത്തു. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ട് കമഴ്ന്നു വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ട് എങ്കിൽ എന്നെ എന്ത് ചെയ്യുക, സൗഖ്യമാക്കണമേ എന്ന് അപേക്ഷിക്കുവാനിടയായി. അവന് കുഷ്ഠരോഗമാണ്. അവൻ പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, എനിക്ക് മനസ്സുണ്ട്, നിനക്കും കൂടെ മനസ്സ് വേണം എങ്കിൽ നീ എന്നെ സൗഖ്യമാക്കുക എന്ന് കുഷ്ഠരോഗി കർത്താവായ യേശു ക്രിസ്തുവിനോട് പറഞ്ഞു. യേശു പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, എനിക്ക് മനസ്സുണ്ട്, അതുകൊണ്ട് നീ എന്ത് ചെയ്യുക, ശുദ്ധൻ ആവുക എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഈ രോഗത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഈ രോഗം നിനക്ക് വന്നാൽ, ഈ രോഗം നിൻ്റെ ജീവിതത്തിൽ വന്നാൽ, നീ ഒരു കുടുംബമായി ജീവിക്കുന്ന മനുഷ്യനാണ് എന്ന് വിചാരിക്കുക. നിങ്ങളൊരു കുടുംബമായി ജീവിക്കുന്ന മനുഷ്യനാണ്. നിങ്ങൾക്ക് ഒരു അസുഖം വന്നു. അസുഖം വന്നാൽ നിങ്ങൾ എവിടെ ആയിരിക്കണം? നിങ്ങൾ കുടുംബത്തിന് പുറത്തു പോകണം. അന്നത്തെ കാലത്ത് ഈ രോഗമെന്ന് പറയുന്നത് വളരെ അധികം ശപിക്കപ്പെട്ടതായി കരുതുന്ന ഒരു രോഗമാണ്. ഈ രോഗം വന്നാൽ നീ നിൻ്റെ കുടുംബത്തിൽ നിന്നും പട്ടണത്തിൽ നിന്നും പുറത്തു പോകേണ്ട അവസ്ഥയിലാണ് ജീവിക്കേണ്ടത്. ആരും സഹായത്തിന് ഇല്ലാത്ത ഒരവസ്ഥ. അങ്ങനെ അവൻ്റെ ജീവിതം വളരെ കഷ്ടവും പ്രയാസവും നിറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നിൽക്കുകയാണ്. ദൈവമേ, അങ്ങേക്ക് മനസ്സുണ്ട് എങ്കിൽ. കുഷ്ഠരോഗം ബാധിച്ചു കഴിഞ്ഞാൽ അത് ശപിക്കപ്പെട്ടൊരു രോഗമായിട്ട് കരുതുന്നു. ഇനി ഇവൻ്റെ ശരീരമെല്ലാം അങ്ങ് ശോഷിക്കുകയാണ്. ഈ ശോഷിച്ച ശരീരം പിന്നെ അവന് മുറിവ് സംഭവിച്ചാൽ അവൻ അറിയത്തില്ല,
അവൻ ഓടിച്ചെന്ന് മറിഞ്ഞു വീണാൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തമൊലിച്ചാലും അവനത് വേദനയെടുക്കത്തില്ല. അങ്ങനെ ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ട് ശരീരം വളരെ ചുരുങ്ങി അവന് ഒരു രക്ഷയുമില്ല. അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ തന്നെ ഇനി മരിച്ചാൽ മതി, മരണം മാത്രമേ എൻ്റെ മുൻപിലുള്ളൂ, അങ്ങനെ പറഞ്ഞു ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇന്ന് യഹോവയുടെ സന്നിധിയിൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വന്ന് നിന്നിട്ട് പറയുകയാണ്, ദൈവമേ നിനക്ക് മനസ്സുണ്ട് എങ്കിൽ എന്നെ എന്ത് ചെയ്യുക, സൗഖ്യമാക്കുക എന്ന് പറയുന്നൊരവസ്ഥ. വീട്ടിൽ നിന്നൊക്കെ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസം നിറയുന്നൊരു കാര്യമാണ്. ഒരു അമ്മയും അപ്പനും അതുപോലെ 2 പിള്ളേരുമുള്ളൊരു കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, അപ്പൻ കിടപ്പിലായി കഴിഞ്ഞാൽ മക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. മക്കളുടെ കാര്യം വളരെ പരിതാപകരമാണ്. അതുപോലെ തന്നെ കുടുംബത്തിലെ ഗൃഹനാഥൻ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി മരിക്കുകയോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും വളരെ പ്രയാസം തന്നെയാണ്. എന്നാൽ ജീവനോടെ ഇരിക്കുന്ന വ്യക്തി ഒരു സുപ്രഭാതത്തിൽ അവനൊരു അസുഖമുണ്ട് എന്ന് പറയുമ്പോൾ ഭാര്യയും മക്കളും ശുശ്രൂഷിക്കാൻ തയ്യാറാണ്. എന്നാൽ സമൂഹം വന്ന് പറയുകയാണ്, നീ ഇന്ന് ഇവിടം വിട്ട് കടന്നു പോകണം, നീ ഞങ്ങളുടെ ദേശം വിട്ട് കടന്നു പോകണം, ഞങ്ങളുടെ പഞ്ചായത്ത് വിട്ട് കടന്നു പോകണം, അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയിലും അവൻ ഒന്നും പ്രതീക്ഷിക്കാതെ നേരെ അവൻ പട്ടണവാതിൽക്കൽ ചെന്നപ്പോൾ അവിടെ എന്താണ്, അവിടെ കർത്താവ് ഇരിക്കുന്നത് കണ്ടു. ഒരുപക്ഷെ ഈ മനുഷ്യൻ അനേകം നാളായിട്ട് മാനസികമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യനായിരിക്കാം. കാരണം ഇവനെ കാണുമ്പോൾ, ഈ കുഷ്ഠരോഗിയായ മനുഷ്യനെ കാണുമ്പോൾ മറ്റുള്ളവർ കല്ലെടുത്ത് എറിഞ്ഞ് ഓട്ടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. കാരണം ഈ രോഗമെന്ന് പറയുന്നത് പകരുന്ന രോഗമാണ്. ഇന്നാണ് ഇതിന് മരുന്നൊക്കെ കണ്ടുപിടിച്ചത്. എന്നാൽ അന്നത്തെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവൻ സമൂഹത്തിൽ നിന്ന് മാറിപ്പോയി താമസിക്കണം. കൂട്ടുകാരുമായിട്ടൊക്കെ കളിച്ചിരിക്കുന്ന സമയത്താണ് ഇതേപോലെ അസുഖം വരുന്നതെങ്കിൽ നമ്മളെ പിടിച്ച് മാറ്റി നിർത്തുകയാണ്. നീ കൊള്ളത്തില്ല, മാറിയിക്കട പോടാ എന്ന് പറഞ്ഞിട്ട് അവനെ ഓടിക്കുന്ന ഒരവസ്ഥ. ആ വ്യക്തിക്ക് എന്തുമാത്രം വിഷമം കാണുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഇതൊന്നും അറിയത്തില്ല. ദൈവത്തിൻ്റെ സന്നിധി വിട്ടുമാറി പോകുന്ന സമയങ്ങളിൽ പലവിധമായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. ആ സമയങ്ങളിലാണ് നമ്മൾ കൂടുതലും ആലോചിക്കുന്നത്, ഞാൻ ദൈവസന്നിധിയിലായിരുന്നു എങ്കിൽ എനിക്കിതൊന്നും വരത്തില്ലായിരുന്നു എന്ന്. ഈ വ്യക്തി ദൈവത്തെ അറിഞ്ഞോ അറിയാതെയോ അവന് ഈ അസുഖം വന്ന് അവൻ മാറി നിൽക്കുകയാണ്. എന്നാൽ അവൻ ഈ അസുഖം വന്നിട്ട് അവൻ ആരടുത്താണ് ആദ്യമായി വരുന്നത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, നിനക്ക് മനസ്സുണ്ട് എങ്കിൽ, എൻ്റെ ദൈവമേ അങ്ങേക്ക് മനസ്സുണ്ട് എങ്കിൽ മാത്രം മതി. ഇന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ്. ദൈവമേ അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയത്തില്ല. ദൈവമേ എനിക്ക് അത് വേണം, ദൈവമേ എനിക്ക് ഇത് വേണം, ദൈവമേ എൻ്റെ ഈ കാര്യങ്ങളെ സാധിച്ചു തരുമാറാകണമേ എന്ന് ഓർഡർ ചെയ്യുന്ന ഒരവസ്ഥ. ഇവിടെ കാണുന്നത് വളരെ അധികം പ്രയാസത്തിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ വന്ന് പറയുകയാണ്. അവന് പറയാമായിരുന്നു, ദൈവമേ എനിക്ക് എൻ്റെ ഈ അസുഖം മാറ്റിത്തരണമേ എന്ന് അവന് പറയാമായിരുന്നു. എന്നാൽ വളരെയധികം പ്രതിസന്ധിയിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നുപോയ ഈ മനുഷ്യൻ വന്ന് ദൈവസന്നിധിയിൽ പറയുകയാണ്, ദൈവമേ അങ്ങേക്കു മനസ്സുണ്ടെങ്കിൽ മാത്രം എന്നെ എന്ത് ചെയ്താൽ മതി, സൗഖ്യമാക്കിയാൽ മതി എന്ന് പറയുന്നൊരവസ്ഥ. പ്രിയമുള്ളവരെ, നിങ്ങളിൽ എത്ര പേര് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ച് അറിയാം, അവന് മനസ്സുണ്ട്. അവൻ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക എന്ന് പറഞ്ഞു. കുഷ്ഠം അവനെ വിട്ട് മാറിപ്പോയി എന്നാണ് പറയുന്നത്. കുഷ്ഠം അവനെ വിട്ട് മാറിപ്പോയി എന്ന് പറയുമ്പോൾ
അവൻ്റെ ഈ ചുരുങ്ങിയ കൈകളെല്ലാം എന്തു ചെയ്തിരിക്കാം? നിവർന്ന് വന്നിരിക്കാം. അവന് പ്രതികരണശേഷി ഇല്ലാത്ത ശരീരത്തിന് പ്രതികരണശേഷി ഉണ്ടായിരുന്നേക്കാം. അവനെ തൊട്ടാൽ അറിയാത്ത സ്ഥലത്ത് അവിടെ പുതിയ ചതകൾ വന്ന് അവനെ തൊട്ടാൽ അറിയുന്ന അവസ്ഥ ഉണ്ടായിരുന്നേക്കാം. അങ്ങനെ പലവിധമായ അവൻ്റെ ശരീരത്ത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഉടനെ, അവനെ പറഞ്ഞ ഉടനെ എന്താണ് സംഭവിച്ചത്? അവന് പൂർണ്ണമായിട്ടും രൂപാന്തരണം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ 10 കുഷ്ഠരോഗികൾ ദൈവത്തെ സന്നിധിയിൽ വന്ന് പറയുകയാണ്, ഞങ്ങളെ അങ്ങനെ സൗഖ്യമാക്കിയിട്ട് അവർ നേരെ എന്താണ്? പുരോഹിതൻ്റെ അടുത്ത് പോവുകയാണ് പറഞ്ഞത്. ആ കാലത്ത് നിനക്ക് കുഷ്ഠരോഗം വന്നാൽ പുരോഹിതൻ തീരുമാനിക്കും നീ ഇതിന്, അതായത് പട്ടണത്തിന് പുറത്ത് പോകണമോ അകത്തിരിക്കണമോ എന്ന്. എന്നിട്ട് പുരോഹിതൻ തന്നെ തീരുമാനിക്കും നിനക്ക് അസുഖം കുറഞ്ഞോ ഇല്ലയോ എന്ന്. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ അവർ ചെയ്തത്. അതുപോലെ ഈ മനുഷ്യനും എന്ത് ചെയ്തേക്കാം? പുരോഹിതൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവനെന്താണ്? കുഷ്ഠമുണ്ടായിരുന്നത് പോലെ ഒരു കാര്യം എന്ത് ചെയ്തില്ല, അവന് ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് സൗഖ്യം കിട്ടുന്നു എങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരിക. കുഷ്ഠരോഗം ആരാലും സൗഖ്യമാക്കുവാൻ കഴിയാതിരുന്ന സമയത്ത്, ഒരു മെഡിസിനും ഇല്ലായിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ കയ്യിൽ അതിന് മെഡിസിൻ ഉണ്ടായിരുന്നു, അതിന് മരുന്നുണ്ടായിരുന്നു. ഇത് പല രോഗങ്ങൾക്കും ആൾക്കാർ മരുന്ന് കണ്ടുപിടിക്കാതെ, മരുന്ന് ഇല്ലാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ അസുഖത്തിന് മരുന്നില്ല, ഞാൻ മരിക്കുക തന്നെ ചെയ്യും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് സന്നദ്ധനായി നിൽപ്പുണ്ട് നിന്നെ സൗഖ്യമാക്കുവാൻ വേണ്ടി. അത് അറിയുന്നു എങ്കിൽ നിങ്ങളുടെ അസുഖം പൂർണ്ണമായിട്ടും എൻ്റെ ദൈവം മാറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക. അവൻ നിങ്ങളെ അറിയുന്ന ദൈവമാണ്. സഖായി മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് മുഴുവനും അവൻ മറച്ചു, അവൻ്റെ കണ്ണ് മാത്രം പുറത്തേക്ക് കാണാം, അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കർത്താവ് യേശു ക്രിസ്തു ഏതിലെ വഴി പോകുന്നു എന്ന്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ അടുത്ത് വന്ന് നിന്ന് മുകളിലേക്ക് നോക്കി അവൻ്റെ പേര് വിളിച്ചു, സഖായിയെ ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ എന്ത് ചെയ്യുന്നു? പാർക്കുവാൻ പോകുന്നു. മനസ്സിൽ അവൻ വിചാരിച്ചപ്പോൾ, മനസ്സിൽ അവൻ യേശുവിനെ കാണണമെന്ന് വിചാരിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി എങ്കിൽ, ഇന്ന് നിങ്ങൾ വിചാരിക്കുകയാണ് എൻ്റെ യേശുവിനെ കാണണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ, അവൻ നിങ്ങളെ പേര് ചൊല്ലി വിളിച്ച് അവൻ ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ പോകുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം എന്ന് വെച്ചാൽ ദൈവത്തിന് ഇഷ്ടമുണ്ട് നമ്മളെ സൗഖ്യമാക്കുവാൻ. നമ്മൾ ചോദിക്കേണ്ട താമസം മാത്രമാണ്. ആ കുഷ്ഠരോഗി ചെന്ന് ദൈവത്തോട് ചോദിച്ചത് ഇത്ര മാത്രമാണ്, ദൈവമേ അങ്ങേക്ക് മനസ്സുണ്ട് എങ്കിൽ എന്നെ സൗഖ്യമാക്കണമേ എന്ന് ചോദിച്ച സമയത്ത് അവന് പൂർണ്ണമായ സൗഖ്യം കൊടുത്ത് എൻ്റെ ദൈവം അനുഗ്രഹിച്ചു എങ്കിൽ എന്നെയും നിന്നെയും അനുഗ്രഹിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിവുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഏത് പ്രതിസന്ധിയിലും നിനക്ക് കഴിയില്ല എന്ന് വിചാരിക്കുന്ന പ്രശ്നങ്ങൾ എൻ്റെ ദൈവം പൂർണ്ണമായിട്ടും അത് തയ്യാറാക്കി നിനക്ക് തരുവാൻ സന്നദ്ധനാണ്. അതുകൊണ്ട് ആ ദൈവത്തെ പൂർണ്ണമായിട്ടും ആരാധിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ മനസ്സിൽ നമ്മൾ ദൈവത്തിന് സ്ഥാനം കൊടുത്താൽ, മനസ്സിലുള്ള ചിന്തകൾക്ക് അപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. സഖായി പറഞ്ഞത് ഇത്രയാണ്, അവന് യേശുവിനെ കാണണം എന്നുള്ളൊരാഗ്രഹം മാത്രമേ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. യേശു അവിടെ വന്നു നിന്ന് അവൻ്റെ പേര് വിളിച്ച് അവനെ നീ വാ, ഇറങ്ങി വാ, നിൻ്റെ വീട്ടിൽ പാർക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ. അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ അമ്മായിയമ്മയ്ക്ക് സുഖമില്ല, സൗഖ്യമാക്കി. അങ്ങനെ സകല നന്മകളും കൊണ്ട് അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? നിറച്ചിരിക്കുകയാണ്. ഇന്ന് നിൻ്റെ മനസ്സിൽ നീ ഒരു തീരുമാനമെടുക്കുക. യേശുവിനെ
കാണണം എന്നൊരു തീരുമാനം. യേശുവിൻ്റെ ജീവിതത്തിൽ വരണം എന്നൊരു തീരുമാനം. യേശുവിൻ്റെ ജീവിതത്തിൽ വന്ന് എന്നെ അനുഗ്രഹിക്കണമെന്നൊരു തീരുമാനം. അത് എടുക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. ഈ അനുഗ്രഹം ലഭിച്ചത് നിങ്ങളെ മാത്രമല്ല അത് ബാധിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തെ അത് ബാധിക്കും. നിങ്ങളുടെ സമൂഹത്തിന് അത് നല്ലൊരു അനുഗ്രഹമായി തീരും. അതുകൊണ്ട് നിങ്ങളൊന്നൊരു വ്യക്തിയെ ആശ്രയിച്ച് എത്ര പേരിയ്ക്കുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അറിയുവാൻ വേണ്ടി, കാണുവാൻ വേണ്ടി, നന്മയിൽ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി എത്ര പേരാണ് കാത്തിരിക്കുന്നത്? ആ മനുഷ്യൻ്റെ സൗഖ്യം കൊടുത്തപ്പോൾ, കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്ത സമയത്ത് അവൻ്റെ കുഷ്ഠരോഗം മാറി. അത് അവന് മാത്രമല്ല സന്തോഷത്തെ പ്രദാനം ചെയ്തത്, അവൻ്റെ ഭാര്യയ്ക്ക്, അവൻ്റെ മക്കൾക്ക്, അവൻ്റെ അപ്പനും അമ്മയ്ക്കും, അവൻ്റെ ബന്ധുമിത്രാദികൾക്കും. കാരണം എന്താ? അവൻ മരിച്ചവനായിട്ട് കരുതിയിരുന്ന സമയത്ത് അവൻ മരിച്ചുപോയി. ഇനി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വ്യക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ പോയിട്ട് അവൻ സൗഖ്യം നേടി തിരിച്ചു വന്നപ്പോൾ അവനെ അംഗീകരിക്കുവാനും അവൻ്റെ കാര്യങ്ങൾ കേൾക്കുവാനും അവനെ കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ടായിരുന്നു, ഒരു സമൂഹമുണ്ടായിരുന്നു. അങ്ങനെ അവനെ സ്നേഹിക്കുന്ന അനേകം പേരുണ്ടായിരുന്നു. അങ്ങനെ അവന് എൻ്റെ ദൈവം സൗഖ്യം കൊടുത്തു എങ്കിലോ ഇന്ന് നിങ്ങൾക്ക് ഈ പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുന്ന നിങ്ങളെ വിടുവിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവൻ പൂർണ്ണമായിട്ടും ഈ വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കി നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ അവൻ പൂർണ്ണമായിട്ടും എൻ്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങളെ കാണുന്ന ഒരു ദൈവം തന്നെയാണ്. ആ ദൈവത്തെ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് നിങ്ങൾ ആരാധിക്കുക. എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ ജനമേ, യേശുവിനെ കാണണം എന്നുള്ളൊരു മോഹം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നാൽ യേശു നിങ്ങളെ പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കും. അവൻ്റെ കൃപയും സാന്നിധ്യവും നിങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഒന്നിനും ഒരു കുറവും സംഭവിക്കത്തില്ല. ഏത് രോഗമായിരുന്നാലും ശരി തന്നെ, ഡോക്ടർ പറയും നീ രക്ഷപ്പെടത്തില്ല, ഈ രോഗം കാരണം നീ താളടിയായി പോകും, നീ മരിച്ചു പോകും, ഇനി ആശ്രയം ദൈവത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു വിട്ട പല കേസുകളും ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് സൗഖ്യം നേടിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഒരു കാര്യം മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ അസാധ്യമായിട്ട് ഒന്നുമില്ല, സകലവും സാധ്യമാണ്. ആ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വിധത്തിൽ നിൻ്റെ ജീവിതത്തിൽ വരണമെങ്കിൽ നീ എന്തു ചെയ്യണം? നീ ഒരുക്കമുള്ളവനായിരിക്കണം. ഹൃദയത്തെ ദൈവത്തിൽ സമർപ്പിക്കണം. ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ കടന്നു പോകുന്ന സമയങ്ങളിൽ പ്രതിസന്ധികൾ നമ്മുടെ നേരെ ഇങ്ങനെ ചീറിപ്പായുന്ന റോക്കറ്റ് കണക്ക് വന്നിടിച്ചുകൊണ്ടിരിക്കും. അപ്പോഴും ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന് ഒരു പ്രയാസവും ഒരു പ്രതികൂലവും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഒരു കാര്യം മനസ്സിലാക്കുക. പൂർണ്ണമായിട്ടും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയാണ്. കരയുന്ന കൊച്ചിനെ എന്തുള്ളൂ? പാലുള്ളൂ എന്നൊരു പഴമൊഴിയുണ്ട്. നിങ്ങൾ ചോദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ? ലഭിക്കത്തുള്ളൂ. ചോദിക്കണം. ആരുടെ അടുത്ത് ചോദിക്കണം? ദൈവത്തിൻ്റെ അടുത്ത് ചോദിക്കണം. ചോദിച്ചാൽ സൗഖ്യം ലഭിക്കും. ഇവിടെ ആ മനുഷ്യന് എങ്ങനെയാണോ സൗഖ്യം ലഭിച്ചത് അതുപോലെ ചോദിക്കണം. അല്ലാതെ നമുക്ക് വേണ്ടി വേറെ ആരെങ്കിലും ചോദിച്ചാൽ വല്ലതും നടക്കുമോ? നടക്കും. നിങ്ങൾ ചോദിക്കുമ്പോൾ പാസ്റ്റർമാർ മധ്യസ്ഥ നിന്ന് പ്രാർത്ഥിക്കും.
അപ്പോൾ ദൈവം അനുഗ്രഹിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതുപോലുള്ള TV പ്രോഗ്രാംസുകൾ നിങ്ങൾ അനേകം കണ്ടിട്ടുണ്ടാകും. പക്ഷെ എന്നാലും നിങ്ങൾ വചനത്തെ അടിസ്ഥാനമാക്കി ജീവിച്ചാൽ മാത്രമേ ഇതൊക്കെ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുള്ളൂ. ഇതൊക്കെ കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകണമെങ്കിൽ കർത്താവിൻ്റെ വചനത്തെ വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതങ്ങളെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ വലിയവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തിന് തതുല്യമായ രീതിയിൽ ജീവിക്കുക. നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാക്കുവാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതങ്ങളെ മറ്റുള്ളവർക്ക് മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ അത് അവരും ദൈവത്തെ അറിയുമ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ഓഹരി നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ അനേകം പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ച സമയങ്ങളിൽ എൻ്റെ ദൈവം ഞങ്ങൾക്ക് അനുകൂലമായി ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ കപടഭക്തിക്കാരെ പോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ആകുവാൻ പാടില്ല. നിങ്ങൾ ഭക്തിയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാവരും കേൾക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സെന്താ? അപ്പുറത്തെ ആൾ നമ്മളെപ്പറ്റി എന്താ വിചാരിച്ചത്, ഇപ്പുറത്തെ ആൾ എന്താ വിചാരിച്ചത്, അങ്ങനെയുള്ള ചിന്തകളാൽ നമ്മളെ ഭരിച്ചു കൊണ്ടിരിക്കരുത്. ആ ചിന്തകൾ നമ്മളെ ഭരിക്കുകയാണ് എങ്കിൽ നമ്മൾ ആരിലുള്ള കോൺസെൻട്രേഷൻ നമുക്ക് നഷ്ടമാകും, ദൈവത്തിലുള്ള കോൺസെൻട്രേഷൻ നമുക്ക് നഷ്ടമാകും, ആ ശ്രദ്ധ നമുക്ക് ഇല്ലാതെയാകും. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശരീരത്തോടും കൂടെ ദൈവത്തെ ആരാധിക്കുക. അങ്ങനെ ആരാധിക്കുമ്പോൾ ദൈവം സകലത്തെയും നിങ്ങൾക്ക് സാധ്യമാക്കി തരും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവം. അപ്പോൾ എല്ലാവരും ചേർന്നിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ അസാധ്യമായ കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്നിരുന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഈ ഞങ്ങളുടെ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ജനങ്ങളെ എല്ലാവരും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കാര്യങ്ങളുടെ മേൽ കൂടെ ഇരിക്കുമാറാകണമേ, വഴി നടത്തുമാറാകണമേ. കർത്താവെ, അങ്ങയുടെ അദൃശ്യമായ കരം കൂടി സഹായിക്കുമാറാകണമേ. അടിയങ്ങൾ ചോദിച്ച ചുരുക്കമുള്ള അധികമായി നമ്മളെ കൊണ്ട് നിറയ്ക്കണം. സകലതും വലിയവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി പ്രാർത്ഥന കേൾക്കണം അടിയൻ്റെ പരമപിതാവേ, ആമേൻ.